ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് വൈകിട്ട് അച്ഛൻ വന്നപ്പോൾ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ കറി അങ്ങ് വെക്കാം. ഓക്കെ, അപ്പോൾ അച്ഛൻ അതൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് ഫോണൊക്കെ പിടിച്ച് ഷോ ഓഫ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു അച്ഛനെ കുറച്ച് സഹായിക്കാം, നമുക്ക് പച്ചക്കറികളൊക്കെ കുറച്ച് മുറിച്ചിട്ട് വെച്ചിട്ട് സഹായിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ കുറച്ച് തക്കാളിയും കുറച്ച് പച്ചമുളകും കുറച്ച് ഉള്ളിയും ഒക്കെ അരിഞ്ഞ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയ കഷ്ണം ഒരു ഇഞ്ചി എടുത്തിട്ട് കുത്തി അതിനെ ഇങ്ങനെ എടുക്കണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുക്കുക, പിന്നെ അതിനെയും കുത്തിയിട്ടെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാ മസാലാസിൻ്റെയും പൊടികൾ അതൊക്കെ തട്ടി എല്ലാ പൊടികളും വാരി വിത്തിടുക ചിക്കൻ കറി, എന്നാലേ കുറച്ച് ടേസ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ മുളക് പൊടി വന്നു, മല്ലിപ്പൊടി വന്നു, ചിക്കൻ മസാല വന്നു, മഞ്ഞൾപ്പൊടി വന്നു, അതൊക്കെ വന്നു. പിന്നെ നമ്മുടെ ഉപ്പ്, അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല ഗൈസ്. അപ്പോൾ ഉപ്പ് ഇട്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ഇട്ട് ഇത് അച്ഛനാണ് കുഴക്കുന്നത്. നന്നായിട്ട് കുഴച്ചിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെക്കുക. പിന്നെ എൻ്റെ അച്ഛൻ്റെ സ്പെഷ്യലാണ് ചപ്പാത്തിയാണ്. അച്ഛൻ്റെ ചപ്പാത്തി ഇടുന്നാൽ ഭയങ്കര ഒരു ടേസ്റ്റാണ്, അതുകൊണ്ട് അച്ഛൻ ചപ്പാത്തി ചുടുകയാണ്. അപ്പോൾ നന്നായിട്ട് പരത്തി ചുട്ടിട്ട് നമുക്കതൊക്കെ നമ്മളിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കിട്ടിയാൽ നമുക്കൊരു തൃപ്തി വരില്ല. അതുകൊണ്ട് നമ്മൾ ചപ്പാത്തി റൗണ്ട് ഷേപ്പിലൊക്കെ മുറിച്ചെടുത്തിട്ട് ചുട്ടിട്ട് അതും എൻ്റെ ഡാഡി തന്നെയാണ് ചുടുന്നത്. അങ്ങനെ നന്നായിട്ട് ചുട്ടിട്ട് എടുത്തു. പിന്നെ ആ ചിക്കൻ കറിയും കൂട്ടി അങ്ങോട്ട് ഒരു ചപ്പാത്തി ഒരു പിടി അങ്ങ് പിടിച്ചു. നല്ല ടേസ്റ്റഡായിരുന്നു ഗൈസ്, സത്യം പറയാലോ. എൻ്റെ അച്ഛനാക്കിയതുണ്ടോ പറയല്ല, നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.